ഇന്നൊരു കാടാമുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാലോ. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ കാടാമുട്ട റോസ്റ്റ്. ഞാൻ മുട്ടയിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള ഐറ്റം കാടാമുട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വന്നതും ഗ്യാസ് ഓഫ് ആക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടണം. അതിനുശേഷം പിന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച് മുട്ടയിടുക. മുട്ടയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ മിക്സ് ചെയ്തോളൂ കേട്ടോ. ഞാനിത് കൂടുതലും വെറുതെ കഴിക്കാനാണ് ഞാനിങ്ങനെ ഉണ്ടാക്കാറ്. ഇന്നൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ, പത്തിരി ഉണ്ടാക്കി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ദേ കാടാമുട്ട ഇരിക്കുന്നു. എന്നാൽ പിന്നെ ഈ ഐറ്റം ആക്കാമെന്ന് ഓർത്തു. അതിനുശേഷം ഒരു 2 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ആയി വന്ന കാടാമുട്ടയില്ലേ അത് നമ്മൾ മാറ്റണം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കാടാമുട്ട മിക്സ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് എഗെയിൻ പിന്നെ നമ്മൾ പാൻ ചൂടാക്കി ആ നമ്മൾ യൂസ് ചെയ്ത ഓയിൽ ഉണ്ടല്ലോ ആ സെയിം ഓയിലിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, ഇത് ഇത്രയും ചതച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ സെയിം ഓയിലിൽ തന്നെ ഇടണേ, അപ്പോഴാണ് അതിനൊരു വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഓക്കെ, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് 2 തക്കാളിയാണ്. നിങ്ങൾക്ക് 1 തക്കാളി എടുത്താൽ മതിയാവും. എനിക്ക് കുറച്ച് പുളിപ്പുള്ളത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ 2 തക്കാളി യൂസ് ചെയ്തത്. അപ്പം 1 തക്കാളി, 1 സവോളയും, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 5-6 ലീഫ് കേട്ടോ, അത്രയും കറിവേപ്പില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്യേണ്ടി വരും. ഞാനിതിൽ വേറെ ഒരു തരത്തിലുള്ള പൗഡേഴ്സും യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് മസാല ടൈപ്സ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇടുമ്പോൾ തന്നെ അതിന് ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് മാറ്റി വെച്ച കാടാമുട്ടയില്ലേ അത് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റോളം നമ്മളതിനെ മിക്സ് ചെയ്യണം. അപ്പോഴാണ് ആ ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിക്കുക കേട്ടോ. ടേസ്റ്റ് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആ ഒരു പാകം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാസ് ഓഫാക്കി ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. നിങ്ങൾക്കിത് എന്തിൻ്റെ കൂടെയും കഴിക്കാം. പൂരി, ചപ്പാത്തി, ചോറിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് നോർമലി പ്രിഫർ ചെയ്യുക വെറുതെ കഴിക്കാനാണ്. നല്ല ടേസ്റ്റാണ് കാടാമുട്ട വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാനിവിടെ പത്തിരിയുടെ കൂടെ കഴിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.